എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 11 നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ധ്രുവ മഹാരാജാവിനെ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനായിട്ടുള്ള സ്വയംഭുവ മനു ഉപദേശിക്കുന്നതാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു ധ്രുവ മഹാരാജാവും യക്ഷന്മാരും തമ്മിലുള്ള ആ യുദ്ധം. അതിലെ ആദ്യം യക്ഷന്മാർ തോൽക്കാറായപ്പോൾ ധ്രുവൻ വിജയിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ വീണ്ടും ധ്രുവൻ തന്നെ കൂടുതൽ ശക്തി പ്രാപിച്ചു വന്ന് ഇവർക്ക് എതിരെ പോരാടുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ഇവരുടെ യക്ഷന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് എല്ലാ അസ്ത്രങ്ങളും പലവിധത്തിൽ അസ്ത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ധ്രുവനെതിരെ പ്രയോഗിച്ചപ്പോൾ അത് അസ്ത്രങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ധ്രുവൻ പിന്നീട് അതിൽ നിന്നും വീണ്ടും പുറത്തേക്ക് വന്ന് ഇവർക്കെതിരെ അതിശക്തമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ യക്ഷന്മാർ തോൽക്കാറായി. അപ്പോൾ ധ്രുവൻ്റെ എന്താ പറയുക, ആ കഴിവിലുള്ള ആ ഒരു അഹങ്കാരം ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഈ സമയത്ത് യക്ഷന്മാർ തോൽക്കാറായപ്പോൾ പേടിച്ചൊളിച്ചോടിപ്പോയി അളകാപുരി നഗരത്തിലേക്ക് പോയി അവർ പിന്നീട് മായാവിദ്യകളാണ് കാണിക്കുന്നത് ധ്രുവനെ മാനസികമായി തകർക്കാൻ. അവിടെയാണ് ധ്രുവനൊന്ന് ക്ഷീണിച്ചു പോയത്. ഈ സമയം തളർന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മഹർഷിമാർ അവിടെ വന്ന് ധ്രുവന് മംഗളം ആശംസിച്ചു. നല്ലത് സംഭവിക്കും. പിന്നെ പറയാണ്, നമ്മുടെ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടുമാണ് നമ്മൾ ഇതെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ വിജയം ഉണ്ടാകും. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളെല്ലാവരും തളർന്നു പോകും. എന്തെങ്കിലും ഒരു സാഹചര്യം വന്ന് നമ്മൾ തളർന്നു പോകും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ എൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാനെയാണ് ധ്രുവൻ മറന്നുപോയത്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതിൻ്റെ ശക്തി കൊണ്ടാണ് ഇത്രയും പോരാടാൻ ധ്രുവന് സാധിച്ചത് എന്ന് മറന്നുപോയി. അപ്പോൾ എന്തുകൊണ്ട് നീ അത് ഓർത്തില്ല? നീ എന്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നില്ല? ആ ഭഗവാന്റെ സ്മരണയോടുകൂടി ഭഗവാനാകുന്ന ശക്തി കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് സ്മരിക്കുന്ന നിമിഷം നിൻ്റെ എല്ലാ ശത്രുക്കളെയും ഭഗവാൻ പിന്നെ നശിപ്പിച്ചുകൊള്ളും എന്ന് നീ എന്തുകൊണ്ട് സ്മരിക്കുന്നില്ല എന്ന് ധ്രുവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഈ 10ാമത്തെ അധ്യായം അവസാനിച്ചത്. ഇനി ഇന്ന് 11ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ധ്രുവനെ ഉപദേശിക്കാൻ മുത്തശ്ശനായിട്ടുള്ള സ്വയംഭുവ മനു വരികയാണ്. ഉപദേശിക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? ധ്രുവന്റെ സഹോദരനായ ഉത്തമനെ വധിച്ചത് ഒരേ ഒരു യക്ഷനാണ്. ധ്രുവന്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ വധിച്ചത് ഒരു യക്ഷനാണ്. പക്ഷേ തിരിച്ച് ധ്രുവൻ പ്രതികാരം ചെയ്തപ്പോൾ നിരവധി യക്ഷന്മാരെ, നിരപരാധികളായിട്ടുള്ള ധ്രുവന്റെ കുടുംബത്തിനോ യാതൊരുവിധ ദ്രോഹവും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെയാണ് ധ്രുവൻ വധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ധ്രുവന്റെ കർമ്മഫലത്തെ കൂട്ടും. നരകത്തിൽ ചെന്ന് പതിക്കേണ്ടതായിട്ട് വരും. നിരപരാധികളെയാണ് ഈ വേദനിപ്പിക്കുന്നത്, വധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായപ്പോൾ മുത്തശ്ശൻ ഓടി വന്നിട്ട് അരുത് എന്ന് പറഞ്ഞ് ധ്രുവനെ തടയുകയാണ്. അതാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ശ്ലോകം 1. മൈത്രേയ ഉവാച നിശമ്യഗതതാം ഏവം ഋഷീണാം ധനുഷീ ധ്രുവഃ സന്തതേ അസ്ത്ര ഉപസ്പൃശ്യ യത് നാരായണ നിർമ്മിതം.
അതായത് മൈത്രേയ മഹർഷി പറയാണ് വിതുരരോട്, അല്ലയോ വിതുരരെ, അങ്ങനെ മഹർഷിമാർ ഉപദേശിക്കുന്നത് നിശമ്യ എന്നാൽ കേട്ടു, ഗദദാം എന്നാൽ വാക്കുകൾ, ഏവം എന്നാൽ ഇപ്രകാരമുള്ള, ഋഷീണാം ഋഷിമാരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട്, ധ്രുവഹ ആ ധ്രുവ മഹാരാജാവ്, ധനുഷി തൻ്റെ വില്ലെടുത്തിട്ട്, സംദതേ ഉറപ്പിച്ചു, ആ വില്ലിൽ ചേർത്തുറപ്പിച്ചു. ഏത് അസ്ത്രം? ഒരു അസ്ത്രം എടുത്ത് ഉറപ്പിച്ചു. അതിനു മുൻപ് ഉപസ്പൃശ്യ എന്ന് വെച്ചാൽ ജലത്തിൽ, അതായത് ശ്രേഷ്ഠമായ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ശുദ്ധി വരുത്തുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ക്ഷത്രിയർക്ക്. അപ്പോൾ അതിനായിട്ട് ഉപസ്പൃശ്യ എന്ന ജലം സ്പർശിച്ച് ശുദ്ധി വരുത്തിയിട്ട് ആ അസ്ത്രം എടുത്ത് തൻ്റെ വില്ലിൽ ഉറപ്പിച്ചു വെച്ചു എന്ന്. ആ അസ്ത്രത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏതൊന്നാണോ നാരായണ നിർമ്മിതം, നാരായണനാൽ ഭഗവാനാൽ നിർമ്മിതമായിട്ടുള്ളതും ഭഗവാന്റെ നാമത്തിൽ അറിയപ്പെടുന്നതുമായ അസ്ത്രമായിരുന്നു. അതുകൊണ്ടാണ് കയ്യിൽ ജലമെടുത്ത് ഒന്ന് ശുദ്ധി വരുത്തിയിട്ട് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ധ്രുവൻ ഈ അസ്ത്രമെടുത്തത്. അതിനു മുൻപ് അശുദ്ധി വരുത്തി ഭഗവത് സമർപ്പണം ചെയ്യാനാണ് ആ ജലമെടുത്തത്. അതിനുശേഷം അസ്ത്രം എടുത്തിട്ട് വില്ലിൽ ചേർത്ത് വെച്ചു. ഈ അസ്ത്രം നാരായണ അസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാനാൽ നിർമ്മിതമായിട്ടുള്ള അസ്ത്രമാണ് ആ അസ്ത്രം. അപ്പോൾ ധ്രുവന് മനസ്സിലായി, ഭഗവാനെ ഞാൻ മറന്നു, എൻ്റെ കഴിവ് വെച്ച് ഞാൻ യുദ്ധം ചെയ്തപ്പോൾ ഇവിടെ ഞാൻ തോറ്റുപോയി. അപ്പോൾ ഭഗവാനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനാൽ നിർമ്മിതമായ ഭഗവത് നാമത്തിൽ അറിയപ്പെടുന്ന നാരായണാസ്ത്രം എടുത്ത് വില്ലിലേക്ക് ചേർത്ത് ഉറപ്പിച്ചു വെച്ചു ധ്രുവൻ. ശ്ലോകം 2. സന്ധീയമാന ഏതസ്മിൻ മായാ ഗുഹ്യക നിർമ്മിതഃ ക്ഷിപ്രം വിനേഷു വിദുരാ ക്ലേശജ്ഞാനോദയേ യഥാ. സന്ധീയമാന ഏതസ്മിൻ, അതായത് സന്ധീയമാന എന്ന് വെച്ചാൽ തൻ്റെ വില്ലിനോട് ചേർത്ത് പിടിപ്പിച്ച, ഏതസ്മിൻ എന്ന് വെച്ചാൽ ഈ ഒരു നാരായണ അസ്ത്രം വില്ലിനോട് ചേർത്തതോട് കൂടിയിട്ട് മായ ഗുഹ്യക നിർമ്മിത, ഗുഹ്യകന്മാരാൽ നിർമ്മിതമായത് എന്ന് വെച്ചാൽ യക്ഷന്മാരാൽ നിർമ്മിച്ച, യക്ഷന്മാരുണ്ടാക്കിയ ആ മായാജാല പ്രകടനങ്ങളുണ്ടല്ലോ, ധ്രുവനെ ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ, അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയ മായാപ്രയോഗങ്ങളെല്ലാം ക്ഷിപ്രം വളരെ പെട്ടെന്ന് തന്നെ വിനേശു നശിച്ചു പോയിന്ന്, അവിടെ നിന്ന് ഇല്ലാണ്ടായിന്ന് ആ മായയൊക്കെ. ഇപ്പം ധ്രുവൻ ഈ നാരായണ വസ്ത്രം എടുത്ത് വില്ലിൽ ചേർത്ത് പിടിച്ചപ്പോഴേക്കും ഈ യക്ഷന്മാർ ഉണ്ടാക്കിയ മായാപ്രയോഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോയി. എന്നിട്ടൊരു ഉദാഹരണം പറയാണ്, വിദുര അല്ലയോ വിദുരരെ അങ്ങനെ സംഭവിച്ചു. എന്നിട്ട് പറയാണ് ഒരു ഉദാഹരണം, ക്ലേശഃ ദുഃഖങ്ങളൊക്കെ എപ്പോഴാണ് ദുഃഖമില്ലാണ്ടാവുക? ജ്ഞാനോദയ, ശരിയായ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ സുഖദുഃഖം എന്ന അവസ്ഥ ഇല്ലാതാകുന്നു. യഥാ എന്ന പോലെ എന്ന്. അതായത് ഇവിടെ രണ്ടർത്ഥത്തിൽ അതിനെ എടുക്കാം. ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് നാരായണ അസ്ത്രം. നാരായണ അസ്ത്രം തൊടുക്കാനായിട്ട് ഒരുമ്പിട്ടപ്പോഴേക്കും മായ ഇല്ലാണ്ടായി. യക്ഷന്മാർ സൃഷ്ടിച്ച ആ മായാപ്രയോഗം നശിച്ചുപോയി എന്ന്. അപ്പൊ അജ്ഞത നശിച്ചുപോയി, അറിവില്ലായ്മ നശിച്ചുപോയി, ജ്ഞാനമാകുന്ന നാരായണാസ്ത്രം പ്രകാശിച്ചപ്പോൾ അങ്ങനെ എടുക്കാം. ഇനി ധ്രുവന്റെ ഉള്ളിൽ ഞാൻ എന്ന അഹങ്കാരമാകുന്ന അജ്ഞതയിൽ നിന്നപ്പോഴായിരുന്നു പരാജയം ഉണ്ടായിരുന്നത്, ഈ ഭയവും മായയെ ഭയന്നതും. അതേസമയം ഭഗവത് സ്മരണ വന്നപ്പോൾ ആ മായ പോയി നശിച്ചു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. അങ്ങനെ ശരിയായ ജ്ഞാനം ഉദിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും സുഖദുഃഖ ചിന്തകളും മനസ്സിൻ്റെ ഈ കയറ്റിറക്കങ്ങളൊക്കെ ഇല്ലാതാകുന്നത് പോലെ ധ്രുവൻ നാരായണാസ്ത്രം എടുത്ത് വില്ലിൽ തൊടുത്തു വെച്ചപ്പോഴേക്കും യക്ഷന്മാരുണ്ടാക്കിയ മായാപ്രയോഗങ്ങളൊക്കെ അവിടെ നിന്നും ഇല്ലാതായി, നശിച്ചുപോയി. അതായത് ആ അത്രയും ശ്രേഷ്ഠമായിരുന്നു. പിന്നെ മായയില്ല എന്നു, അജ്ഞത ഉണ്ടാവും, മായയും പിന്നെ ഇല്ല. ഇനി ശ്ലോകം 3. ഇനി ആ ധ്രുവൻ അതിങ്ങനെ തൊടുത്തു വിടാൻ പോവുകയാണ് കേട്ടോ. നാരായണാസ്ത്രം തൊടുത്തു വിട്ടപ്പോൾ അത് എങ്ങനെയാണ് പോകുന്നത് എന്ന് വർണ്ണിക്കുകയാണ് ശ്ലോകം 3. തസ്യ ആർഷാസ്ത്രം ധനുഷി പ്രയുജ്ഞതഃ സുവർണപുങ്കഃ കലഹംസവാസസഃ വിനിസൃത ആവിവിഷു ദ്വിഷദ്ബലം യഥാവനം ഭീമരവാശിഖണ്ഡിനഃ. തസ്യ ആ ധ്രുവൻ്റെ ആർഷാസ്ത്രം, ആ നാരായണാസ്ത്രത്തെ പ്രയുജ്ഞത തൊടുത്തപ്പോൾ, ധനുഷി എന്ന് വെച്ചാൽ വില്ലിൽ, ധ്രുവൻ തൻ്റെ വില്ലിൽ ചേർത്ത് വെച്ച ആ നാരായണാസ്ത്രത്തെ തൊടുത്തു വിട്ടപ്പോൾ അതെങ്ങനെ പോയെന്ന്, സുവർണപുങ്കഃ, അതായത് സ്വർണത്തിൻ്റെ നിറമുള്ള അഗ്രഭാഗമുള്ള അസ്ത്രമാണത്. അതാണ് സുവർണപുങ്ക, സ്വർണ്ണ നിറമുള്ള അഗ്രഭാഗമുള്ള അസ്ത്രം. പിന്നെ
കളഹംസവാസസ, അരയന്നങ്ങളുടെ ചിറകു പോലെയുള്ള തൂവലുകളുമുണ്ട് ആ അസ്ത്രത്തിന്. സ്വർണ്ണ നിറമുള്ള അഗ്രഭാഗം, അരയന്നങ്ങളുടെ ചിറകുകൾ പോലെയുള്ള തൂവലുകളുമുള്ള ആ അസ്ത്രം വിനിസൃത. വിനിസൃത എന്ന് വെച്ചാൽ ഇങ്ങനെ ഒഴുകി പോണ പോലെ, അതായത് ആ വില്ലിൻ്റെ തുമ്പിൽ നിന്നും പതുക്കെ ഇങ്ങനെ പറന്ന് സാവധാനം ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു ആ വില്ലിൽ നിന്നും. അങ്ങനെ പറന്നിട്ട് ആവി വിഷു പ്രവേശിച്ചു ദ്വിഷദ്ബലം, ശത്രുക്കളുടെ ഉള്ളിലേക്ക്, ശത്രുക്കളുടെ ശരീരങ്ങളിലേക്ക് ഇത് പ്രവേശിച്ചു എന്ന്. എന്നിട്ടൊരു ഉദാഹരണം പറയുകയാണ്. യഥാ എന്നുവെച്ചാൽ എന്ന പോലെ, വനം വനത്തിലേക്ക്, ഭീമരവ ഉറക്കെ കോലാഹലമുണ്ടാക്കി ശബ്ദമുണ്ടാക്കിയിട്ട്, ശിഖണ്ഡിനഹ എന്ന് പറഞ്ഞാൽ മയിലുകളുടെ കൂട്ടം എന്ന്. ഒരു മയിലല്ല, മയിലുകളുടെ കൂട്ടം ഉറക്ക ശബ്ദം ഉണ്ടാക്കിയിട്ട് ആർത്തിരമ്പിക്കൊണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന പോലെയായിരുന്നു അത് എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ധ്രുവൻ തൊടുത്തു വിട്ടത് ഒരൊറ്റ നാരായണ അസ്ത്രം, പക്ഷേ ശത്രുക്കളുടെ മേൽ തറച്ചപ്പോൾ അത് 10,000 അസ്ത്രങ്ങളായിട്ടാണ് തറച്ചത് എന്ന്. തൊടുത്തപ്പോൾ ഒന്നായിരുന്നു, പിന്നീട് അത് നിരവധി 10,000 അസ്ത്രങ്ങളായിട്ട് ശത്രുക്കളുടെ ശിരസിലേക്ക് പ്രവേശിച്ചു. അതാണ് ഒരുപാട് മയിൽക്കൂട്ടങ്ങൾ ആർത്തിരമ്പി ശബ്ദമുണ്ടാക്കിയിട്ട് ഒരു കാടിനകത്തേക്ക് കയറി ചെല്ലുന്നത് പോലെ ഒറ്റ നാരായണ അസ്ത്രം പ്രയോഗിച്ചത് പുറത്തിങ്ങനെ പറന്നിങ്ങനെ വരുമ്പോൾ നിരവധി അസ്ത്രങ്ങളായി മാറി ഒരുമിച്ച് യക്ഷന്മാരുടെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 4. തൈഹി തിക്മധാരൈഹി പ്രധനേ ശിലീമുഖൈ ഇതഹ തതഹ. തൈഹി തിക്മധാരൈഹി പ്രധനേ ശിലീമുഖൈ ഇതഹ തതഹ പുണ്യജനാ ഉപദ്രുതാഹ തം അഭ്യദാവൻ കുപിത ഉദായുധഃ സുഭർണം ഉന്നത ഫണ ഇവ അഹയഃ. തൈഹി ആ തിക്മധാര എന്ന് പറഞ്ഞാൽ കൂർത്ത മുനയുള്ള പ്രധനെ എന്ന് വെച്ചാൽ ഭൂമി, ആ യുദ്ധഭൂമിയിൽ ശിലീമുഖൈ അസ്ത്രങ്ങൾ. അപ്പോൾ ധ്രുവൻ പ്രയോഗിച്ച കൂർത്ത മുനയുള്ള ആ നാരായണ അസ്ത്രം ഒരെണ്ണാണ് പ്രയോഗിച്ചെങ്കിലും പിന്നീട് പോയപ്പോൾ 10,000 ചെല്ലുന്നത്. അങ്ങനെയുള്ള അസ്ത്രങ്ങളാൽ ഈ യുദ്ധഭൂമിയിൽ ഇതഹ തതഹ അവിടെന്നും ഇവിടെന്നും ആയിട്ട് പുണ്യജന യക്ഷന്മാരുടെ മേലേക്ക് ചെന്ന് പ്രവേശിച്ചു എന്ന്. യക്ഷന്മാർ നോക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നിറയെ അസ്ത്രങ്ങൾ അവരുടെ മേലേക്ക് വരുന്നതാണ് കാണുന്നത്. അതാണ് പറയുന്നത്, കൂർത്ത മുനയുള്ള ധ്രുവൻ പ്രയോഗിച്ച ഈ അസ്ത്രങ്ങളാൽ, ഈ ഒരൊറ്റ നാരായണ അസ്ത്രത്തിൽ നിന്നുണ്ടായ നിരവധി അസ്ത്രങ്ങളാൽ യക്ഷന്മാർ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലേക്ക് ആ യുദ്ധഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ചാണ് അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി യക്ഷന്മാർ ഉപദ്രുതഃ പ്രക്ഷുബ്ധരായി, അവർ ഭയന്നു. തം ആ ധ്രുവന്റെ അഭ്യദാവൻ, ധ്രുവനെ കൊല്ലാനായിട്ട് അപ്പോൾ യക്ഷന്മാർ ഓടി പാഞ്ഞെടുത്തു എന്ന്, ധ്രുവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കുപിതഃ കോപിതരായിട്ട്, ഉദായുധ ആയുധമേന്തിയിട്ട്. അപ്പം യക്ഷന്മാർക്ക് അത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ധ്രുവനെ കൊല്ലാനായിട്ട് കോപം കൊണ്ട് ജ്വലിച്ച് ആയുധങ്ങൾ എടുത്തിട്ട് ധ്രുവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു എന്ന്. എന്നിട്ട് അതിനൊരു ഉദാഹരണം, എല്ലാത്തിൻ്റെ അടിയിൽ ആ ഉദാഹരണം പറയാണ്. സുഭർണ ഗരുഡന്റെ നേരെ ഉന്നത ഫണ സർപ്പം, അതായത് പത്തി വിരിച്ചു നിൽക്കുന്ന അഹയഹ ഒരു സർപ്പം ഇവ എന്ന പോലെ, പത്തി വിരിച്ചു നിൽക്കുന്ന ഒരു സർപ്പം ഗരുഡനെ നേരിടുന്നത് പോലെയായിരുന്നു. ചീറ്റിക്കൊണ്ട് ഉറക്ക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് യക്ഷന്മാരെല്ലാവരും ധ്രുവനെ വധിക്കാനായിട്ട് ധ്രുവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. കാരണം അവർ നോക്കുമ്പോൾ ആ യുദ്ധഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്ന് അവർക്ക് നേരെ അസ്ത്രങ്ങൾ വരുന്നതാണ് കണ്ടത്. അപ്പോൾ ദേഷ്യം കൊണ്ട് ധ്രുവനെ വധിക്കാൻ ധ്രുവന്റെ അടുത്തേക്ക് അവർ പാഞ്ഞു ചെന്നു. ശ്ലോകം 5. സ താൻ പൃഷത്കൈ അഭിധാവതഃ മൃദേ നിഗൃത്തബാഹു നിഗൃത്തബാഹു ഊരു ശിരഹധര ഉദരാൻ. നിഗൃത്ത ബാഹു ഊരു ശിരഹധര ഉദരാൻ നിനായ ലോകം പരം അർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യം ഊർധ്വരേതസ. അപ്പോൾ സഹ ആ ധ്രുവൻ താൻ എന്ന് വെച്ചാൽ യക്ഷന്മാരെ, പൃഷത്കൈ ധ്രുവന്റെ ആ അസ്ത്രങ്ങളാൽ, അഭിധാവത മൃദേ എന്ന് വെച്ചാൽ യുദ്ധക്കളം, അഭിധാവത എന്ന് വെച്ചാൽ മുന്നോട്ട് വരിക നിന്ന്, അഭിധാവത എന്ന് വെച്ചാൽ ധ്രുവന്റെ മുന്നോട്ട് ഓടി വരുന്ന
ആ താൻ എന്ന് വെച്ചാൽ യക്ഷന്മാര് ധ്രുവന്റെ അസ്ത്രങ്ങളെ അത് വെറുതെ ഓടി വരില്ല, ഈ അസ്ത്രങ്ങളൊക്കെ മേല് വന്ന് തറച്ചിട്ട് നികൃത്താന്ന് വെച്ചാൽ വേർപ്പെട്ടു. ബാഹു, ഈ ഓടി വരുന്ന യക്ഷന്മാര് ചിലവരുടെയൊക്കെ കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്, ഊരു തുടകൾ മുറിഞ്ഞിട്ടുണ്ട്, ശിരധര ശിരസ് മുറിഞ്ഞിട്ടുണ്ട്, ഉദരാൻ വയറു മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവർ ഓടി വരുന്നത്. അങ്ങനെ നിനായ എന്ന് വെച്ചാൽ അങ്ങനെ ഓടി വരുന്ന ഈ യക്ഷന്മാരെ നിനായ എന്ന് പറഞ്ഞാൽ എത്തിച്ചു എന്നാണ് അർത്ഥം. എവിടേക്ക്? പരംലോകം, പരമമായ ലോകത്തിലേക്ക് ധ്രുവൻ എത്തിച്ചു എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ അതിനെ മനസ്സിലാക്കാം. അവരെയൊക്കെ വധിച്ചു, അടുത്തേക്ക് ഓടി വരുന്നവരെ വീണ്ടും ഈ നാരായണ അസ്ത്രം പോയിട്ട് അവരെയൊക്കെ വധിച്ചു എന്ന്. പരമമായ ലോകത്തിലേക്ക് ധ്രുവൻ നിനായ എത്തിച്ചു. എന്നിട്ട് പറയാണ് അർക്കമണ്ഡലം എന്ന് വെച്ചാൽ സൂര്യലോകം, വൃജന്തി നിർഭിദ്യ എന്ന് വെച്ചാൽ തുളച്ചിട്ട്, സൂര്യലോകവും തുളച്ച് വ്രജന്തി അതും കടന്നു പോയിട്ട് അവരെ പരമമായ ലോകത്തിലേക്ക് ധ്രുവൻ എത്തിച്ചു. യം ഏതാണോ ഊർധ്വരേതസ എന്നാൽ മഹർഷിമാർ അവരുടെ വീര്യത്തെ മുകളിലോട്ട് ഉയർത്തിയിട്ട് ബ്രഹ്മചര്യം പാലിച്ചിട്ട് അവർ ആ ഒരു പൂർണ്ണമായ വിരക്തിയിലെത്തി അവരെത്തിച്ചേരുന്ന പരമമായ ഊർധ്വലോകങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ഊർധ്വലോകത്തിലേക്ക് ധ്രുവൻ ഇവരെ പറഞ്ഞു വിട്ടു എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് അവരെ വധിച്ചു എന്നർത്ഥം. അപ്പം ധ്രുവന്റെ അസ്ത്രങ്ങളേറ്റ് കയ്യുമുറിഞ്ഞ് കാലുമുറിഞ്ഞ് തുടമുറിഞ്ഞ് വയറുമുറിഞ്ഞ് ശിരസ് മുറിഞ്ഞ് എന്നിട്ടും ധ്രുവനോടുള്ള കോപത്തോടു കൂടി ധ്രുവനെ വധിക്കാനായിട്ട് മുന്നിലേക്ക് ഓടി ധ്രുവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഈ യക്ഷന്മാരെ ധ്രുവൻ വളരെ പെട്ടെന്ന് ഈ അസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിന് ഒരു കാവ്യാത്മകമായി പറഞ്ഞപ്പോൾ പറയാണ് മഹർഷിമാർ എത്തിച്ചേരുന്ന അവരുടെ സമചിത്തതയോടുകൂടി ജീവിച്ച് അവർ ബ്രഹ്മചര്യത്തിൽ നിലനിന്ന് അവരെത്തിച്ചേരുന്ന ഊർധ്വലോകത്തിലേക്ക്, സൂര്യമണ്ഡലവും കടന്നെത്തുന്ന ഊർധ്വലോകത്തിലേക്ക് ധ്രുവൻ അവരെ പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ അത് കാവ്യാത്മകമായിട്ട് പറയുന്നതാണ്. കാരണം ആർക്കും ആരെയും അങ്ങോട്ട് അയക്കാൻ പറ്റുന്ന സ്ഥലമല്ല, എല്ലാവരും ഇതുപോലെ സ്വയം ചേരേണ്ട ലോകങ്ങളാണ് അത്. പക്ഷെ അത് കാവ്യാത്മകമായിട്ട് പറയുകയാണ് വധിച്ചു എന്നതിന് പകരം ധ്രുവൻ അവരെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത്. ശ്ലോകം 6. താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസ ചിത്രരഥേന ഭൂരിശഃ ഔതാനപാദീം കൃപയാ പിതാമഹഃ മനുഃ ജഗാദ ഉപഗതഃ സ ഋഷിഭിഃ. താൻ അതായത് യക്ഷന്മാരെയൊക്കെ ഹന്യമാനാൻ കൊന്നൊടുക്കുകയായിരുന്നു എന്ന്. അഭിവീക്ഷ്യ അത് കണ്ടിട്ട്, ഗുഹ്യക എന്ന് വെച്ചാൽ യക്ഷന്മാരെ, അനാഗസ എന്ന് വെച്ചാൽ നിരപരാധികളായിട്ടുള്ള. അപ്പോൾ ഉത്തമനെ വധിച്ചത് ഒരു യക്ഷൻ, ആ യക്ഷനെ വധിച്ചു അതോടുകൂടി നിന്നു എങ്കിൽ അത് ഒരു ന്യായമുണ്ട്, സഹോദരനെ വധിച്ചതിന് പ്രതികാരം ചെയ്തു എന്ന് പറയാം. പക്ഷേ ഇവിടെ നിരവധി യക്ഷന്മാരെയാണ്, 10,000-കണക്കിന് യക്ഷന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക, അതും നിരപരാധികളായിട്ടുള്ള. അതാണ് ഗുഹ്യകാൻ അനാഗസ, പാപം ചെയ്തിട്ടില്ലാത്ത ഗുഹ്യകാൻ യക്ഷന്മാരെ, നിരപരാധികളായ യക്ഷന്മാരെ ചിത്രരഥേന മനോഹരമായ രഥമുള്ള, ചിത്രരഥേന എന്ന് വെച്ചാൽ മനോഹരമായ രഥമുള്ള ആ ധ്രുവ മഹാരാജാവ് ഭൂരിശഃ വളരെയധികം നിരപരാധികളായ യക്ഷന്മാരെ ഹന്യമാനാൻ കൊന്നൊടുക്കുന്നത് അഭിവീക്ഷ്യ കണ്ടപ്പോൾ സഹിച്ചില്ല മുത്തശ്ശനെ. അതാണ് പിതാമഹോ മനു, ധ്രുവന്റെ പിതാവിൻ്റെ അച്ഛനായിട്ടുള്ള മുത്തശ്ശനായിട്ടുള്ള സ്വയംഭുവ മനു കൃപയാ യക്ഷന്മാരോട് കാരുണ്യം തോന്നിയെന്ന്. എന്നിട്ട് ഉത്താനപാദ മഹാരാജാവിൻ്റെ പുത്രനേതായ ധ്രുവന്റെ അടുത്തേക്ക് ഋഷിഭിഹി ഋഷിമാരോടൊപ്പം ഉപഗത വന്നു ചേർന്നിട്ട് ജഗാദ ധ്രുവനോട് പറഞ്ഞു, ചെയ്യരുത് മകനേ എന്ന് പറയാനാണ് വരുന്നത്. അപ്പോൾ ധ്രുവന്റെ നിരപരാധികളായ 10,000-കണക്കിന് യക്ഷന്മാരെ ചിത്രരഥത്തിൽ വന്ന് വളരെയധികം യക്ഷന്മാരെ, നിരപരാധികളായവരെ ധ്രുവൻ കൊന്നൊടുക്കുന്ന കാഴ്ച കണ്ടിട്ട് യക്ഷന്മാരോട് കാരുണ്യം തോന്നിയ സ്വയംഭുവ മനു ധ്രുവനെ ഉപദേശിക്കാനായി ഋഷിമാരോടൊപ്പം ധ്രുവന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു മുത്തശ്ശൻ. ഇനി മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നത് ശ്ലോകം 7 മനു ഉവാച, സ്വയംഭുവ മനു പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞത് അലം, മതി,
വത്സ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, ഇത് നിർത്തൂ, മതി. അതിരോഷേണ, നിന്റെ ഈ കോപം ഉണ്ടല്ലോ, സഹോദരനെ വധിച്ചതിനോടുള്ള പ്രതികാരം തീർക്കാനുള്ള നിന്റെ ഈ കോപം, ഇത് തമദ്വാരേണ, തമസ്സിലേക്കുള്ള വാതിലാണ്, എന്ന് വെച്ചാൽ നരകത്തിലേക്കുള്ള പാതയാണ് ഇത്. പാപ്മന, പാപകരവുമാണ്. നിന്റെ ഈ കോപം എന്ന ഈ അവസ്ഥ നിന്നെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള പാതയും അതീവ പാപകരവുമാണ്. ഏന, എന്ത് തന്നെയായാലും പുണ്യജനാൻ, പുണ്യജനാൻ എന്ന് വെച്ചിരുന്നത് യക്ഷന്മാരെ, ഏതാൻ, ഈ യക്ഷന്മാരെ, അവധിഹി, ഇങ്ങനെ വധിച്ചു കൊണ്ടിരിക്കുന്നത്, ത്വം അനാഗത, ത്വം എന്ന് വെച്ചാൽ നീ, അനാഗസ എന്ന് വെച്ചാൽ നിരപരാധികളായിട്ടുള്ള ഈ യക്ഷന്മാരെ നീ ഈ വധിച്ചു കൊണ്ടിരിക്കുന്നത് അലം, മതിയാക്കൂ. ഇതാണ് പറഞ്ഞത്. അലം വത്സ അതിരോഷേണ തമഹദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാൻ അവധിഹി ത്വം അനാഗസഹ. അപ്പോൾ അല്ലയോ പുത്ര, നിന്റെ ഈ അതിരോഷം ഉണ്ടല്ലോ, ഈ കോപം, ഇത് നിന്നെ നരകത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയും അതോടൊപ്പം പാപകരവുമാണ്. നീ എന്തിൻ്റെ പേരിലാണെങ്കിലും, സഹോദരനെ വധിച്ചതിൻ്റെ പേരിലാണെങ്കിലും, ഈ നിരപരാധികളായ യക്ഷന്മാരെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന, വധിക്കുക എന്ന് പറഞ്ഞിട്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കർമ്മം ഉണ്ടല്ലോ, മതിയാക്കൂ. ഇതാണ് മുത്തശ്ശൻ പറഞ്ഞത്. എന്നിട്ട് പറയാണ് ശ്ലോകം 8 ന അസ്മത് കുല ഉചിതം താതാ കർമ്മയേതത് സദ് വിഗർഹിതം വദഃ യത് ഉപദേവാനാം ആരബ്ധഃ തേ അകൃത ഏനസാം ത്വാം അകൃത ഏനസാം ന അസ്മത് കുല ഉചിതം താതാ കർമ്മയേതത് സദ് വിഗർഹിതം വദഃ യത് ഉപദേവാനാം ആരബ്ധഃ തേ അകൃത ഏനസാം എന്നാണ് വായിക്കുക. ഇവിടെ പറയുന്നത് ന അസ്മത് കുല ഉചിതം, മകനെ, താതാ, പുത്ര, ഇത് നമ്മുടെ കുലത്തിന് യോജിച്ചതല്ല. അതാണ് പറഞ്ഞത് ന അസ്മത് കുല ഉചിതം, നമ്മുടെ കുലത്തിന് ചേർന്നതല്ല ഈ പ്രവൃത്തി. എന്നിട്ട് പറയാണ് കർമ്മമേതത് സദ് വിഗർഹിതം, സജ്ജനങ്ങൾക്ക് വിഗർഹിതം, വിലക്കപ്പെട്ടതാണ് കർമ്മമേതത്, നീ ഇപ്പോൾ ചെയ്യുന്ന ഈ കർമ്മം, ഈ യുദ്ധം, യക്ഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ് നീ ചെയ്യുന്ന കർമ്മം സജ്ജനങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ട് പറയാൻ ആ കർമ്മം വധഃ, വധിക്കുക, യത് ഉപദേവാനാം, ഏതൊരു ഉപദേവന്മാരാണ് യക്ഷന്മാര്, ഉപദേവന്മാരായിട്ടുള്ള യക്ഷന്മാരെ വധിക്കുക എന്ന ഈ കർമ്മം തേ ആരബ്ധേ, നീ ആരംഭിച്ചുവല്ലോ, ഇത് അകൃത ഏനസാം, നിന്നോട് ഒരു കുറ്റവും, അകൃത ഏനസാം എന്ന് വെച്ചാൽ നിന്നോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ വധിക്കുക എന്ന ഒരു കർമ്മം നീ ഇപ്പം ചെയ്യാൻ ആരംഭിച്ചുവല്ലോ, ഇത് നമ്മുടെ കുലത്തിന് യോജിച്ചതല്ല, ഇത് സജ്ജനങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കർമ്മമാണ് എന്ന് ഉപദേശിക്കുകയാണ്. ശ്ലോകം 9 നനു ഏകസ്യ അപരാധേന പ്രസംഗാത് ബഹവഃ ഹതാ ഭ്രാതു വധ അഭിതപ്തേന ത്വയാ അംഗ ഭ്രാതൃവത്സലഃ. നനു, തീർച്ചയായും, ഏകസ്യ അപരാധേന, ഒരേ ഒരു യക്ഷൻ ചെയ്ത തെറ്റ്, അതാണ് ഏകസ്യ, ഒരേ ഒരു യക്ഷൻ ചെയ്ത അപരാധം, തെറ്റിന് പ്രസംഗാത്, ഇപ്പോൾ ബഹവഃ ഹതഃ, കുറേ യക്ഷന്മാർ കൊല്ലപ്പെട്ടുവല്ലോ, ഭ്രാതു, സഹോദരൻ, വധ അഭിതപ്തേന, സഹോദരൻ്റെ മരണത്തിൽ അതിതപ്തേന എന്ന് വെച്ചാൽ അതീവ ദുഃഖിതനായിട്ട്, ത്വയാ എന്ന് വെച്ചാൽ നിന്നാൽ, അംഗ, അല്ലയോ പ്രിയപ്പെട്ട പുത്ര, നിന്നാൽ ഭ്രാതൃവത്സലഃ. അപ്പോൾ നിന്റെ ഭ്രാതൃവത്സലഃ എന്ന് വെച്ചാൽ അല്ലയോ അംഗ, ഭ്രാതൃവത്സലഃ, നിന്റെ സഹോദര സ്നേഹം നിമിത്തം, നീ നിന്റെ സഹോദരനെ വധിച്ചതിൻ്റെ ദുഃഖം നിമിത്തം നീ ഈ ഒരേ ചെയ്ത ഈ കർമ്മം, ഇത് ഒരേ ഒരു യക്ഷൻ ചെയ്ത അപരാധത്തിന് നിരവധി യക്ഷന്മാരാണ് ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മമാണ് ഇത്, നീ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കൂ. ശ്ലോകം 10 ന അയം മാർഗോ ഹി സാധൂനാം ഹൃഷികേശ അനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശ്യസം.
ഇനി ഭഗവാന്റെ ഭഗവാന്റെ ഭക്തർ, നിഷ്കളങ്ക ഭക്തർ ആരൊക്കെയാണ്, അവരുടെ സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. നീ ഒരു ഭഗവത് ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയവനല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ശരിയായ ഭക്തനാണെങ്കിൽ അവനുണ്ടാവേണ്ട ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നാ അല്ല, അയം എന്ന് വെച്ചാൽ നിന്റെ പോലെ, മാർഗം എന്ന് വെച്ചാൽ മാർഗം, ഈ സാധൂന സജ്ജനങ്ങൾക്ക്, ഹൃഷികേശ അനുവർത്തിനാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പിന്തുടരുന്ന, അതാണ് ഹൃഷികേശ അനുവർത്തിനാം. ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം കേട്ടോ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പിന്തുടരുന്ന സജ്ജനങ്ങളുടെ മാർഗം, നിന്നെ പോലെയുള്ള സജ്ജനങ്ങളുടെ മാർഗം നാ, ഇതല്ല മകനെ. അതാണ് പറഞ്ഞത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പിന്തുടരുന്ന ഒരു നല്ല ഭക്തൻ്റെ, സജ്ജനങ്ങളുടെ, നിന്നെ പോലെയുള്ള സജ്ജനങ്ങളുടെ മാർഗം ഒരിക്കലും ഇതല്ല. യത് ആത്മാനം, ഏതൊന്നാണോ ആ ആത്മാവ്, ഞാൻ എന്ന് പറയുന്നത് ആ ആത്മാവാണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ, പരാഗൃഹ്യ എന്ന് വെച്ചാൽ മറ്റുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അതായത് ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ച്, ഈ ശരീരത്തിലിരിക്കുന്നത് ഇത് ശരീരമാണ് ഞാൻ എന്ന് ചിന്തിച്ച് അതിനോട് ബന്ധപ്പെട്ട ചിന്തകളോടുകൂടി ഇരുന്ന് പശുക്കളെ പോലെ എന്ന് വെച്ചാൽ മൃഗങ്ങളെ പോലെ ഭൂതവൈശ്യസം, ജീവജാലങ്ങളെ കൊന്നൊടുക്കുന്നത് തെറ്റാണ് മകനെ. ഇത് നിന്നെപ്പോലെയും എന്നെപ്പോലെയുമുള്ള സജ്ജനങ്ങൾക്ക് ഒരിക്കലും ചേർന്ന പ്രവൃത്തിയല്ല. അതാണ്. മൃഗങ്ങൾക്ക് ശരീരബോധമാണുള്ളത്, അവർക്ക് ആത്മാവാണ് ഞാൻ തിരിച്ചറിയാനുള്ള പ്രചോദിതമായ ബുദ്ധിയില്ല, അവർക്ക് ശരീരബോധം മാത്രമാണുള്ളത്. അതുകൊണ്ട് വിശപ്പടക്കുക, മൈഥുനം, വിശപ്പ്, ഉറക്കം, ഇത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇത് മൂന്നുമാണല്ലോ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ ശ്രമിക്കുക. അപ്പം അതിനുവേണ്ടി മറ്റു ജീവികളെ കൊന്നു തിന്നുക എന്നുള്ളത് അവരുടെ കർമ്മമാണ്. അതാണ് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ ശരീരമല്ല, ആത്മാവാണ്, ഈ ശരീരത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് ചിന്തിക്കണം. അതാണല്ലോ നമ്മൾ എപ്പോഴും ഇത് എൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരം ആരുടെയാണ്? ആ എൻ്റെ എന്ന് പറയുന്ന ആ ആളാണ് ഞാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പം മുതലേ നമ്മൾ ഇതെൻ്റെ ശരീരം, എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാല് എന്ന് പറയുന്നത്. ഇത് ഞാനാണെന്ന് നമ്മൾ ആരും പറയാറില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശരീരത്തിനൊരു ഉടമയുണ്ട്, ആ ഉടമയാണ് യഥാർത്ഥത്തിൽ ഞാൻ. ആ ഉടമയെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നില്ല. ശരീരമാണ് ഞാനെന്ന് ധരിക്കുന്നു. അപ്പോൾ ഈ ശരീരമല്ല ആത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കാതെ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ച് ആ ശരീരബോധത്തിൽപ്പെട്ട് മൃഗങ്ങളെ പോലെ മറ്റു ജീവികളെ കൊല്ലുക എന്ന ഈ ഒരു കർമ്മം നിന്നെ പോലെയുള്ള ഭഗവത് പാത പിന്തുടരുന്ന സജ്ജനങ്ങൾക്ക് ഒരിക്കലും ചേർന്നതല്ല. അത് നീ എത്രയും പെട്ടെന്ന് നിർത്തണം. ശ്ലോകം 13. സർവഭൂതാത്മഭാവേന ഭൂത ആവാസം ഹരിം ഭവാൻ ആരാധ്യ ആപ ദുരാരാധ്യം വിഷ്ണോഹോ തത് പരമം പദം. സർവഭൂത ആത്മഭാവേന, എല്ലാ ചരാചരങ്ങളെയും ഒരേ ഭാവത്തിൽ കാണുക. മൃഗങ്ങളായാലും ചെടികളായാലും മത്സ്യങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരായാലും കീടങ്ങളായാലും കാറ്റായാലും മഴയായാലും വായുവായാലും അഗ്നിയായാലും ആകാശമായാലും എല്ലാ ചരാചരങ്ങളെയും ഏകഭാവത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാനെ കണ്ടുകൊണ്ട് ഭൂതാവാസം, എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്ന ഹരിം അങ്ങനെയുള്ള ആ ഭവാൻ നീ ആരാധിച്ചിട്ട് ആബഹ നേടി. എന്ത് നേടി? നീ ആരാധിച്ചിട്ടാണ് നേടിയത്. ദുരാരാധ്യം, അത്ര എളുപ്പത്തിലൊന്ന് നേടാൻ കഴിയാത്ത വിഷ്ണോഹോ, ഭഗവാൻ വിഷ്ണുവിൻ്റെ തത് പരമപദം, ആ പരമപദത്തെ നീ ഒരിക്കൽ നേടിയിട്ടുണ്ട്, അത് നീ മറന്നോ? സർവചരാചരങ്ങളെയും ഏകഭാവത്തിൽ കണ്ടുകൊണ്ട് ഒരു ദ്വൈത ചിന്തയുമില്ലാതെ നീ നിന്ന ആ തപസ്സിൽ ഭഗവാൻ സംപ്രീതനായതുകൊണ്ടാണ് നീ ആ പരമപദത്തെ കണ്ടത്, അനുഭവിച്ചറിഞ്ഞ് നീ കണ്ടുവന്നത്. അപ്പോൾ എല്ലാ ചരാചരങ്ങളെയും ഏകഭാവത്തിൽ കണ്ട് എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആ ഭഗവാനെ നീ ആ ഏകത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തപസ് ചെയ്ത് ആരാധിച്ചിട്ട് നീ നേടിയെടുത്തു. അത്ര എളുപ്പം ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത, നേടാൻ കഴിയാത്ത ആ ഭഗവാന്റെ പരമപദത്തെ നീ ഒരിക്കൽ നേടിയെടുത്തിട്ടുണ്ട്. അത് നീ ഓർക്കുന്നുണ്ടോ?
എന്നിട്ട് എന്തേ ഇപ്പോൾ നിനക്ക് ഈ ദ്വൈതഭാവം വന്നത്? യക്ഷന്മാർ, വേറെ ആളുകൾ, അവരെൻ്റെ സഹോദരനെ വധിച്ചു, അതുകൊണ്ട് അവരെ ഉന്മൂലനാശം ചെയ്യണം എന്നൊക്കെയല്ല, ഞാൻ വേറെ അവർ വേറെ എന്ന ദ്വൈതം ഇപ്പം നിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉദിച്ചു? എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടാണ് നീ അന്ന് തപസ് ചെയ്തത്. അന്ന് നീ ഭഗവാന്റെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. അത് നീ മറന്നുപോയോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്വയംഭുവ മനു. ശ്ലോകം 12. സാ ത്വം ഹരേ അനുധ്യാതഃ തത് പുംസാം അഭിസമ്മതഃ കഥം തു അവദ്യം കൃതവാൻ അനുശിക്ഷൻ സദാമൃതം. സാ ത്വം ഹരേഹേ അനുധ്യാതഃ. സാ അതായത് അങ്ങനെയുള്ള ആളാണ് നീ എന്ന്. സഹ എന്ന് വെച്ചാൽ ത്വം, സഹത്വം, അങ്ങനെയുള്ളവനാണ് നീ. അതായത് ആ ഭഗവാനെ പ്രാപിക്കാൻ അത്രയധികം പ്രയാസമേറിയ ഭഗവാന്റെ പരമപദത്തെ വളരെ ചെറുപ്പത്തിൽ 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നീ നേടി. ആ പരമപദ പ്രാപ്തി നീ നേടി. അങ്ങനെയുള്ള നീ ഹരേഹേ ഭഗവാനെ അനുധ്യാതഃ, എപ്പോഴും ഭഗവാനാൽ എപ്പോഴും നീ സ്മരിക്കപ്പെടുന്നു. ഭഗവാൻ എപ്പോഴും നിന്നെ സ്മരിക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്. ഭഗവാനാൽ ഇങ്ങനെ സ്മരിക്കപ്പെടുന്ന നീയെ തത് പുംസാം, അങ്ങനെയുള്ള ആ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് പുംസാം തത് പുംസാം അഭിസമ്മതഃ, എല്ലാവർക്കും സമ്മതനാണ് നീ എന്ന്. അപ്പം ഭഗവാൻ എപ്പോഴും നിന്നെ കാണുന്നു, നിന്നെ ഓർക്കുന്നു, നിന്നെ സ്മരിക്കുന്നു. പിന്നെ നിന്നെ പോലെയുള്ള ഭഗവത് ഭക്തന്മാർക്ക് സമ്മതഃ, എല്ലാവർക്കും നിന്നെ അംഗീകാരമാണ്. എല്ലാവർക്കും ധ്രുവന്റെ മഹത്വം ഇഷ്ടമാണ്. പ്രജകൾക്കും സർവ്വജനങ്ങൾക്കും ധ്രുവനെ അംഗീകരിക്കുന്നു, എല്ലാവരാലും സമ്മതനാണ്. അത് അങ്ങനെയുള്ള, അത് മാത്രമല്ല സദാം വ്രതം, സജ്ജനങ്ങളിൽ തന്നെ വ്രതം, ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് നീ. അനുശിക്ഷൻ, സജ്ജനങ്ങൾക്ക് മാതൃകയായിട്ട് അവരെ പല കാര്യങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് മാതൃകയായിട്ടുള്ള നീ കഥം തു അവദ്യം കൃതവാൻ, എന്തുകൊണ്ടാണ് അവദ്യം, ഇത്രയ്ക്കും പാപകരമായ കർമ്മത്തെ കൃതവാൻ ചെയ്തത് എന്ന്. അപ്പോൾ ആദ്യം അവനെ ഓർമ്മിപ്പിച്ചു, നീ പ്രാപിക്കാൻ പ്രയാസമേറിയ ഭഗവത് പദത്തെ പ്രാപിച്ചതാണ് വളരെ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ. അത് അങ്ങനെയുള്ള നീ, ഭഗവാൻ തന്നെ എപ്പോഴും നിന്നെ സ്മരിക്കുന്നു, നിന്നെ ഓർക്കുന്നു. ഭഗവത് ഭക്തന്മാർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ്, അംഗീകാരമാണ്. സജ്ജനങ്ങളിൽ തന്നെ ശ്രേഷ്ഠനാണ് നീ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായിട്ടുള്ളവനാണ് നീ. അങ്ങനെയുള്ള ധ്രുവ, എന്തുപറ്റി നിനക്ക്? നീ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും അവത്യം പാപകരമായ കൃതവാൻ കർമ്മത്തെ എന്തുകൊണ്ട് ചെയ്തു? കഥം തു, എന്തുകൊണ്ട് ചെയ്തു എന്ന്. ശ്ലോകം 13 പറയാണ്, ഒരു ശരിയായ ഭക്തനാണെങ്കിൽ അവൻ്റെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഗുണം എന്താണെന്നാണ് സ്വയംഭുവ മനു പറഞ്ഞു കൊടുക്കുന്നത് പേരക്കുട്ടിക്ക്. ഭഗവാന്റെ ശരിയായ ഭക്തനാണ് ഞാൻ എന്ന്, ഞാനൊരു ഭക്തനാണ് എന്ന് പറഞ്ഞതുകൊണ്ടും ആരും ഭക്തനാവില്ല. അത് അവൻ്റെ ഉള്ളിലെ ഗുണം അത് കാണിക്കണം. ഇപ്പം ഭഗവാന്റെ ഭക്തനാണ് എങ്കിൽ അവൻ ഭക്തനാണെന്ന് പറയണ്ട, അവൻ്റെ സംസാരം, അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയണത്. തിദീക്ഷയാ, എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഭഗവത്ഗീത മറന്നിട്ടില്ലല്ലോ. തിദീക്ഷയ, സമചിത്തത, സകല സാഹചര്യങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, ലാഭത്തിലും നഷ്ടത്തിലും, ജയിച്ചാലും തോറ്റാലും, എന്ത് കർമ്മം ചെയ്യാൻ തുടങ്ങി ചിലപ്പോൾ പരാജയപ്പെടും, ചിലപ്പോൾ നന്നാവും. എന്ത് സംഭവിച്ചാലും, ചൂടിലും തണുപ്പിലും എല്ലാത്തിലും സമചിത്തതയോടെ അതിനെ മനസ്സുകൊണ്ട് തരണം ചെയ്യാനുള്ള അവസ്ഥ എനിക്കുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഉണ്ടെങ്കിൽ ഞാനൊരു ഭക്തനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കരുണയാ, എല്ലാവരോടും കാരുണ്യമുള്ള മനസ്സാണോ എനിക്ക്? എങ്കിൽ ഞാനൊരു ഭക്തനാണ്. മൈത്രിയ, എല്ലാവരോടും സൗഹൃദമുള്ളൊരു മനസ്സാണോ എനിക്ക്? എങ്കിൽ ഞാനൊരു നല്ല ഭക്തനാണ്. അഖില ജന്തുഷു സമത്വേന, സർവചരാചരങ്ങളെയും ഒന്നായി കാണുന്നൊരു മനസ്സാണോ എനിക്ക്? ഇത് പട്ടിയാ, ഇത് പൂച്ചയാ, ഇത് പുഴുവാ, അങ്ങനെയല്ലാതെ ശരീരത്തിലുള്ള രൂപത്തിലുള്ള വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് സർവചരാചരങ്ങളെയും ഒന്നായി കാണാനുള്ളൊരു മനസ്സാണോ എനിക്ക്? എങ്കിൽ ഞാൻ ഭക്തനാണ്. അങ്ങനെ സർവ്വതിലും ആത്മാവായിരിക്കുന്ന ആ പരമാത്മാവായ ഭഗവാൻ, അങ്ങനെയുള്ളവരിൽ ആ ഭഗവാൻ സംപ്രസീദതി, പൂർണ്ണമായും പ്രസാദിക്കും എന്ന്. ഭഗവാൻ ഒരാളിൽ ഏറ്റവും സംപ്രീതനാകുന്നത്, സംതൃപ്തനാകുന്നത് അയാളിൽ ഈ ഗുണമുണ്ടാവുമ്പോഴാണ്. ഒന്ന് തിദീക്ഷ,
ഒരു സങ്കടം വരുമ്പോൾ, ഒരു വിചാരിച്ച കാര്യം നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു കാര്യം, പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം നടന്നില്ലെങ്കിൽ, എന്തെങ്കിലും മുടക്കുകൾ വന്നാൽ, എന്തെങ്കിലും കുറച്ചായി കിട്ടിയാൽ, എന്തെങ്കിലും ആപത്ത് വന്നാൽ, അസുഖം വന്നാൽ, എന്തിനാ എനിക്കിങ്ങനെ സംഭവിച്ചേ എന്ന് പറഞ്ഞ് മനസ്സ് തകർന്ന് വിഷമിച്ചിരിക്കുകയല്ലാതെ സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ സമചിത്തതയോടെ പിടിച്ചു നിർത്താൻ, കാരണം ഇതെല്ലാം പ്രകൃതി നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി സമചിത്തതയോടെ പിടിച്ചു നിർത്തുന്ന മനസ്സുണ്ടെങ്കിൽ, എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറുന്ന, മൈത്രി ഭാവത്തോടെ പെരുമാറുന്ന, സകല ചരാചരങ്ങളുടെയും ഒരേ സമഭാവത്തോടുകൂടി കാണുന്നവരിൽ ആ പരമാത്മാവായ ഭഗവാൻ പൂർണ്ണമായും സംപ്രീതനായിരിക്കുന്ന, ഏറ്റവും സംതൃപ്തനായിരിക്കും അങ്ങനെയുള്ളവരിൽ എന്ന്. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ, അപ്പോൾ ഭഗവാൻ സംതൃപ്തനാവാൻ, ഒരാളിൽ സംപ്രീതനാവാനുള്ള ഗുണങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇനി ഭഗവാൻ നമ്മളിൽ സംപ്രീതനായാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഭഗവാൻ നമ്മളിൽ സംപ്രീതനായി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വ്യതിയാനം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിരിക്കുകയാണ് എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണങ്ങളാണ് പറയുന്നത്. സംപ്രസന്നേ ഭഗവതി പുരുഷ പ്രാകൃതൈ ഗുണൈ വിമുക്തോ ജീവ നിർമുക്ത ബ്രഹ്മ നിർവാണം വൃച്ഛതി. സംപ്രസന്നേ ഭഗവതി, ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക്, ആ വ്യക്തിക്ക് പ്രകൃതേ ഗുണൈ വിമുക്ത, പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ അവൻ മുക്തനാകുന്നു. അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തനാകുന്നു എന്ന് പറഞ്ഞാൽ, ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണമാണെങ്കിൽ സാത്വികമായ കർമ്മങ്ങളോടുള്ള കൂടുതൽ ആഗ്രഹം, രജോ ഗുണമാണെങ്കിൽ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം, തമോ ഗുണമാണെങ്കിൽ ക്രൂരമായ താമസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം. ഇത് മൂന്നിലേക്കും ഓവറായിട്ടുള്ള ആഗ്രഹവും അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ത്രിഗുണങ്ങളിൽ നിന്നും വിമുക്തമാവുക എന്ന് പറഞ്ഞാൽ. അതായത് എന്ന് വെച്ചാൽ അലസനായിട്ടിരിക്കുക എന്നല്ലാത്ത അതിനർത്ഥം. ഇതിൻ്റെ അർത്ഥം അലസത എന്നല്ല, ഒന്നിനും താല്പര്യമില്ലാത്ത അലസതയല്ല അതിനർത്ഥം. രജോ ഗുണമാണ്, കർമ്മം ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ ബാലൻസ്ഡ് ആണ്. കാരണം ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങൾ ഭഗവാൻ എൻ്റെ മുന്നിലേക്ക് എനിക്കായി നിശ്ചയിക്കപ്പെട്ട കർമ്മം, ഞാൻ ആ കർമ്മത്തിനോട് ഒരുപാട് ആസക്തിയൊന്നുമില്ലാതെ ഇതെൻ്റെ സ്വധർമ്മമാണെന്ന് കരുതിയിട്ട് ചെയ്യുന്നു. അത്രയേ കർമ്മത്തിനോടുള്ളൊരു ചിന്തയുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്തു, എനിക്കതിൻ്റെ ഫലം കിട്ടുമോ, എനിക്കത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ ആസക്തി, ആ കർമ്മത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ് അതില്ല. മനസ്സിലായ? എന്നാൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവർ ചെയ്യുന്നത് പോലെ നല്ല ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി ആ കർമ്മം ചെയ്യുന്നു, മടിയില്ലാതെ. എന്നാൽ അതിനോട് എനിക്കതൊക്കെ ചെയ്യണം, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് ഇനിയും ചെയ്യണം, പ്ലാൻ ചെയ്ത് എനിക്ക് ഇനിയും കുറേ ഉണ്ടാക്കണം, അത് വേണ്ടി ഇങ്ങനെ യാതൊരു ആസക്തിയുമില്ല. അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കർമ്മം ചെയ്യുന്നു രജോ ഗുണി. അതായത് രജോ ഗുണം എന്ന ഗുണത്തിൽ നിന്നും അവൻ മുക്തനാണ്. എന്നാൽ അവൻ്റെ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ മുക്തനാണ്. സത്വഗുണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, കുറേ ഇപ്പോൾ ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് നാമങ്ങളും പ്രാർത്ഥനകളും എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, ഞാൻ ആ അമ്പലത്തിൽ പാരായണം ചെയ്യണു, ഇവിടെ പോയി പാരായണം ചെയ്യണു, അവിടെ പോയി ചെയ്യണു, കുറേ സ്ഥലങ്ങളിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇതൊക്കെ ഭയങ്കര സത്വഗുണമാണ്. അതിനോട് അത് ചെയ്ത് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സറിയാതെ എന്തിനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ആ കർമ്മത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ്. എനിക്കിനി അടുത്തേൽ ചെയ്യാൻ പറ്റുമോ, എനിക്കിനി ഇതിൻ്റെയും വലുത് ചെയ്യാൻ പറ്റുമോ, എനിക്കിതിൻ്റെ അപ്പുറത്തേയും ചെയ്യാൻ പറ്റുമോ. അതായത് ചെറിയൊരു കാര്യം പഠിച്ചു, എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അവതരിപ്പിച്ചു, പിന്നെ അടുത്തത് ചെയ്തു. അപ്പോൾ അതിനോട് കൂടുതൽ ആസക്തി. അപ്പോൾ സത്വഗുണവും ആസക്തിയിൽ പെടുന്നുണ്ട്, സത്വഗുണികളും. അപ്പോൾ അതുമില്ലാതെ, അതുപോലെ തമോ ഗുണം എന്ന് വെച്ചാൽ താമസികമായ ദുഷ്പ്രവർത്തികളായിട്ടുള്ള അലസത, മടി, ഇതൊക്കെ തമോ ഗുണമാണ്. അതിലേക്കും പോവാതെ ഇതിനെല്ലാം ഈ 3 ഗുണങ്ങളും പ്രകൃതിയുടെ മായയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഫീല് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ വേണ്ട, ഇതൊക്കെ മായയാണ്, ഈ മായയിൽ ഞാൻ പെടില്ല എന്ന് നിരന്തരമായിട്ട് മനസ്സിനോട് പറഞ്ഞു കൊടുത്ത് ആ ത്രിഗുണങ്ങളാകുന്ന, പ്രകൃതിയുടെ ത്രിഗുണങ്ങളാകുന്ന ആ മായയിൽ നിന്ന് ഇവൻ മുക്തനാകുന്നു. അങ്ങനെ അവന് സാധിക്കണമെങ്കിൽ ഭഗവാൻ അവനിൽ പ്രസാദിക്കണം. ആ പ്രകൃതി, ആ ശക്തി അവനിൽ പ്രസാദിച്ചാൽ മാത്രമേ ആ അമ്മയ്ക്ക്
ആ മായയിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ദേവീ മഹാത്മ്യം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലേ. ആ അമ്മയുടെ പാദങ്ങളിൽ ശരണാഗതി അടയുന്ന ഭക്തനിൽ അമ്മ പ്രസാദിച്ചാൽ മാത്രമേ അമ്മ മായയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുള്ളൂ, അമ്മയുടെ തന്നെ മായയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുള്ളൂ. അപ്പോൾ അമ്മ പ്രസാദിക്കണമെങ്കിലുള്ള ഗുണങ്ങൾ നമ്മൾ 13ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലേ. അമ്മ പ്രസാദിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു കാര്യത്തിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അതാണ് പ്രകൃതേ ഗുണൈഹി വിമുക്ത, ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാവും. ജീവനിർമുക്ത, ശരീരബോധത്തിൽ നിന്ന് മുക്തനാവും. ഈ ശരീരത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞവൻ ജീവിക്കും. അങ്ങനെ ബ്രഹ്മനിർവാണം ഋച്ഛതി, പരമമായ ആനന്ദത്തെ, സുഖത്തെ, ശാന്തിയെ അവൻ അനുഭവിക്കും. അതാണ് ഭഗവാൻ പ്രസാദിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ സഹോദര സ്നേഹം, ആ അറ്റാച്ച്മെൻ്റ് കൊണ്ട് സഹോദരനെ വധിച്ചവനോടുള്ള പ്രതികാരം, അവനെ മാത്രമല്ല അവൻ്റെ കുലത്തെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള പ്രതികാരം, കോപം, ഇതൊന്നും ഒരു ഭഗവത് ഭക്തന് യോജിച്ച കാര്യമല്ല. അങ്ങനെ നീ ചെയ്താൽ കാര്യം ശരിയാണ്, നിന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു. പക്ഷേ നിന്റെ ദുഷ്കർമ്മം കൂടിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അത് തിരിച്ചെടുക്കും. നിനക്ക് ഇനിയും പുനർജന്മങ്ങൾ എടുത്തിട്ട് ആ കർമ്മപ്രാരാബ്ദങ്ങളെ ഇവിടെ തീർക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇതിലൊരിക്കലും ഭഗവാൻ പ്രസാദിക്കില്ല. ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ മനസ്സ് സമചിത്തതയോടെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഉള്ളിൽ ഈ കോപം, ദേഷ്യം, ഈ രണ്ടെന്ന ഭാവം, ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് അതിലൂടെ ഉണ്ടാകുന്ന രാഗദ്വേഷ വികാരങ്ങളൊന്നും തന്നെ മനസ്സിൽ വരാതെ ഈ ശരീരബോധം തന്നെ പോയിട്ട് പരമമായ ആനന്ദത്തെ നീ അനുഭവിക്കുകയും ചെയ്യും. അതാണ് ഭഗവാൻ പ്രസാദിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസ്ഥ. അത്രയ്ക്കും പരമമായൊരു ശാന്തിയായിരിക്കും അനുഭവപ്പെടുക എന്ന്. അങ്ങനെ ഇനി ശ്ലോകം അത് മതി, ശ്ലോകം 14 മതി. ഇനി അടുത്തത് വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുക, അത് നമുക്ക് നാളെ എടുക്കാം ഒരുമിച്ച്.